നീതിസാരം എന്ന ഗ്രന്ഥം പറയുന്നത് വിദ്യ ശസ്ത്രം ച ശാസ്ത്രം ച ദ്വേ വിദ്യ പ്രതിപത്തയെ ആദ്യ ഹാസായ വാർദ്ധക്യ ദിതി ആദരീയതേ സദാ. വിദ്യ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ശസ്ത്രവിദ്യ, അതായത് ആയുധവിദ്യ. രണ്ടാമത്തേത് ശാസ്ത്രവിദ്യ. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ്. ഇതിൽ ആദ്യ ഹാസായ വാർദ്ധക്യകാലത്തിൽ ആദ്യത്തേതായ ശസ്ത്രവിദ്യ, അതായത് ആയുധവിദ്യ പരിഹാസത്തിന് മാത്രമേ പാത്രമാവുന്നുള്ളൂ. രണ്ടാമത്തേതായ ശാസ്ത്രവിദ്യ എല്ലാ കാലത്തും ആദരിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ, സ്വരാജ്യെ പൂജ്യത്തെ രാജ വിദ്വാൻ സർവത്ര പൂജ്യത്തെ. ഒരു രാജാവ് സ്വന്തം നാട്ടിൽ മാത്രമേ, സ്വന്തം രാജ്യത്ത് മാത്രമേ ആദരിക്കപ്പെടൂ. പക്ഷേ അറിവുള്ളവൻ, ആത്മജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാർ അവരെല്ലാ കാലത്തും എല്ലായിടത്തും ഒരുപോലെ ആദരിക്കപ്പെടും. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മഹത്തായ ഈ ആശയം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്തേ.